ഹായ്, ആമസോൺ പ്രൈമിൽ പുതിയതായിട്ട് റിലീസായിരിക്കുന്ന ഷീപ്പ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ട്രെയിലർ ഞാൻ മുമ്പ് കണ്ടിരുന്നു, പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് തിയേറ്റർ റിലീസ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ലിമിറ്റഡ് സ്ക്രീൻസ് ആയിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ ഈ സിനിമയുടെ കാര്യം വിട്ടുപോയി. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ആമസോൺ പ്രൈമിലെ പുതിയ സിനിമകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് ഈ ഒരു മൂവി കാണുന്നത്. അപ്പോഴത്തേക്ക് ഈ സിനിമയെ പറ്റി ചില എഡിറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. നല്ലൊരു മൂവിയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഹ്യൂ ജാക്ക്മാൻ ആണ് ഇതിൻ്റെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രെയിലറിൽ തന്നെ ഇതിൻ്റെ തീം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഒരു ഞായറാഴ്ച ദിവസം കാണാമെന്ന് കരുതി വെറുതെ എടുത്ത് വെച്ച് കണ്ടപ്പോഴും സിനിമ തീരുന്നത് വരെ നമുക്ക് വേറൊന്നും ചെയ്യാനൊന്നും തോന്നാത്ത രീതിയിൽ നല്ല രീതിക്ക് തന്നെ മൂവി കണ്ടു. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ കണ്ടത്. സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവ് പോയിന്റ്സും ചെറിയ ചെറിയ നെഗറ്റീവ് പോയിന്റ്സും ഒക്കെയുള്ള, എന്നാൽ ഒരു തവണ നമുക്ക് ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഇംഗ്ലീഷ് സിനിമ. അങ്ങനത്തെ സിനിമകൾ കുറേ കാലമായി മിസ് ചെയ്യുന്നു. ഐ മീൻ ആനിമേഷൻ അല്ലാതെ എല്ലാത്തരം ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ചില സിനിമകളുണ്ട്. അങ്ങനത്തെ സിനിമകൾ ഫീൽ ഗുഡ് മൂവീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, പക്ഷേ ഇതൊരു ഫീൽ ഗുഡ് ത്രില്ലർ സിനിമയാണ്. സോ അങ്ങനത്തെ ഒരു മൂവി കാണാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ട ഒരു മൂവിയാണ് ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്. സോ നമുക്ക് സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിലെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഹ്യൂ ജാക്ക്മാൻ ആണ്. നമ്മൾ എക്സ്മാനിൽ വൂൾവറിനൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ള എല്ലാവരും ഭയങ്കര കൾട്ട് ഫോളോവിംഗ് ഉള്ള ഒരു ആക്ടറാണ് ഹ്യൂ ജാക്ക്മാൻ, പ്രത്യേകിച്ച് ഇന്ത്യ വരെ. ഇതിലെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ ദ ഷെപ്പേർഡ് എന്ന് പറയുന്ന ആട്ടിടെ ജോർജ് ഹാർഡി എന്ന് പറയുന്ന ഹ്യൂ ജാക്ക്മാൻ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം. പുള്ളി ഒരു എന്താ പറയുക, തൻ്റെ റിട്ടയർമെന്റ് ലൈഫൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയായിരിക്കണം ഡെൻബ്രൂക്ക് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലൊരു മനോഹരമായിട്ടുള്ള ചെറിയ ഗ്രാമത്തിൽ വന്ന് ഒരു 300 ഏക്കർ കൃഷിസ്ഥലമൊക്കെ മേടിച്ച് അവിടെ ഒരു 50 ആടുകൾ അല്ലെങ്കിൽ ഒരു 100 ആടുകളൊക്കെ ഉള്ള ഒരു ഫാം നടത്തുകയാണ്. ഓക്കെ, സോ പടത്തിന്റെ ആദ്യത്തെ ഒരു 20 മിനിറ്റ് നമ്മൾ കാണുന്നത് ഹ്യൂ ജാക്ക്മാൻ മാത്രമാണ്. ഐ മീൻ നമ്മൾ ആ ഒരു ക്യാരക്ടറിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആ ക്യാരക്ടറിലൂടെയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ലൈക്ക് ഈ കഥയിലേക്ക് നമ്മൾ എത്തുന്നത് ഈ ഒരു ക്യാരക്ടറിലൂടെയാണ്. ആ ഫാം എന്താണ്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ആ ഫാം നോക്കി നടത്തുന്നത്, ആ വില്ലേജിലുള്ളവർ അയാൾ എങ്ങനെ കാണുന്നു, അയാൾക്ക് ആ വില്ലേജിലോടുള്ള ബന്ധം എന്താണ്, അതുപോലെ ഈ ഫാമിൽ ഓരോ ആടുകളെയും ഈ പറഞ്ഞ 19 ആടുകളിൽ ചില പെക്യൂലിയർ ആടുകളിലേക്കും നമ്മൾ കണക്ട് ആവുന്നുണ്ട്. കാരണം പിന്നീട് അവരാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. സോ ഇങ്ങനെ കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കും നമ്മളെ കണക്ട് ചെയ്യുക എന്നുള്ളൊരു ജോലിയാണ് ഹ്യൂ ജാക്ക്മാൻ്റെ ജോർജ് ഹാർഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സോ പുള്ളിയെ പറ്റി പറയുമ്പോൾ ഈ പ്രായത്തിൽ തന്നെ ഇതാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നമ്മൾ വൂൾവറീനിലൊക്കെ കണ്ട ഭയങ്കര സ്റ്റിഫായിട്ടുള്ള ലൈക്ക് ഒരു വാറിയർ ബോഡിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, സെയിം അങ്ങനെ ലുക്കിൽ ഒന്നും വരുത്താതെ, പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു അഭിനയം കൊണ്ടും ഒക്കെ ഒരു ഫാം നടത്തിപ്പുകാരനാവുന്നു അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനാവുന്നു എന്നുള്ളത് വളരെ രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പുള്ളി രാവിലെ എണീറ്റ് ആടുകളെ നോക്കുന്ന ഒരു സീൻ, ലൈക്ക് പുള്ളിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന രീതിക്കാണ് സിനിമ തുടങ്ങുന്നത്. അത് തന്നെ കാണുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഫാമിലേക്ക് വരാണ്ടങ്ങ് കണക്ട് ആവും. ഓക്കെ, നല്ലൊരു ജീവിതം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നീടാണ് നമ്മൾ ഈ കഥയിലേക്ക് മെയിൻ ആയിട്ട് എൻ്റർ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 20 മിനിറ്റ് അവർ ഈ പ്ലോട്ട് സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് ക്യാരക്ടർ, ഇതാണ് ഇയാളുടെ ലൈഫ്, അല്ലെങ്കിൽ ഇവിടെ ഇത്ര ആളുകളുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മെയിൻ ക്യാരക്ടർ എന്നുള്ളൊരു പ്ലോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഈ കഥയിലേക്ക് കിടക്കും. ഒരു മേജർ പോസിറ്റീവായിട്ട് തോന്നിയത് ആ വില്ലേജ് ആണ്. ലൈക്ക് ഡെൻബ്രൂക്ക് എന്ന് പറയുന്ന ആ ഗ്രാമവും അവിടുത്തെ ആൾക്കാരും അല്ലെങ്കിൽ ആ ഒരു ഫാമും ആ ഫാമിനോട് ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളും അവിടുത്തെ ആടുകളും നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്വപ്നം കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നവരൊക്കെ കാണുന്ന ഒരു സ്വപ്നമായിരിക്കും. ദൂരെ എവിടെയെങ്കിലും പോയി ഒരു കുറച്ച് സ്ഥലം മേടിച്ച് അവിടെ കൃഷിയൊക്കെ ചെയ്ത് ആരുടെയും ശല്യം ഇല്ലാണ്ട് ജീവിക്കുക എന്നുള്ളൊരു കാര്യം. ഓക്കെ, ആ ഒരു എന്താ പറയുക, ഒരു ഡ്രീം ലൈഫാണ് ഇവിടെ ഹ്യൂ ജാക്ക്മാൻ ജീവിക്കുന്നത്. സോ അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്ന ഒരാളെ കാണിക്കുമ്പോൾ ഈ വിഷ്വൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനനുസരിച്ച് സിനിമോട്ടോഗ്രാഫി, അതിൻ്റെ കൂടെ വരുന്ന ചില മ്യൂസിക് പീസസ് ഉണ്ട്. ലൈക്ക് ഫസ്റ്റ് ഒരു സോങ് വരുന്നുണ്ട് ഇയാളുടെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോഴൊരു സോങ്. അതുപോലെ തന്നെ ചില BGM പീസസ് എല്ലാം ഭയങ്കര ലോ ആയിട്ട് ആ ഒരു ലാൻഡ്സ്കേപ്പിനോട് ചേരുന്ന രീതിക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു മ്യൂസിക് അവർ ചെയ്തിരിക്കുന്നത്. സിനിമോട്ടോഗ്രാഫി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു യൂറോപ്യൻ ബ്യൂട്ടി എടുത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ആ ഒരു സ്ഥലം ഓൾറെഡി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, അതിനെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്ത് കാണിക്കുക. അതുപോലെ തന്നെ ഈ ആടുകളൊക്കെ അവർ VFXലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു 19 ആടുകൾ എന്ന് പറഞ്ഞാൽ അതിനെ അവർ VFXലാണ് ചെയ്തിരിക്കുന്നത്. ഓൾസോ ഇതെല്ലാം ചെമ്മരി ആടുകളാണ്. അതിൽ ചെറിയ ആടുകളുണ്ട്, പ്രായമായിട്ടുള്ള ആടുകളുണ്ട്, പല കളറിലുള്ള ആടുകളുണ്ട്. ഇവരെല്ലാം ഈ ആടുകളിൽ ഇതിലൊരു ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ നിപ്പ്, നടപ്പ്, നോട്ടം ഒന്നും ഒരുപോലെ ആയിരിക്കാൻ പാടില്ല. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് എന്താ പറയുക മെനക്കെട്ട് അവരെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു 100% റിയൽ ആയിട്ടുള്ള ആടുകളാണോ, ലൈക്ക് നമ്മൾ റിയൽ ലൈഫിൽ ഒരു ആടിനെ കാണുന്ന പോലത്തെ ആടാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഈ സിനിമയിൽ അത് അങ്ങനെ ആവാനും പാടില്ല. കാരണം ഈ ആടുകൾ സംസാരിക്കുന്നുണ്ട്, ഈ ആടുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ആടുകൾ ഒരു ഫുള്ളി റിയലിസ്റ്റിക് ആവാനും പാടില്ല, എന്നാൽ ആടാണെന്ന് ലൈക്ക് റിയലിസ്റ്റിക് ആയി ഇരിക്കുകയും ചെയ്യണം. അത് അത്യാവശ്യം ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണെന്ന് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ രോമങ്ങളുടെ വ്യത്യാസം വരെ അതിലൊരാടുണ്ട്, ഈ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കണ്ണിലോട്ട് കിടക്കുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ ഒട്ടും മുടിയില്ലാത്ത ആടുകളുണ്ട്. ഈ കറുപ്പും വെളുപ്പും ചേർന്ന് അപ്പം തന്നെ ജനിക്കുന്ന ചില ആട്ടുംകുട്ടികളുണ്ട്. അവരുടെ ദേഹത്ത് ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് മാർക്ക് ചെറിയ പാണ്ട് പോലെയും ബാക്കി ഇങ്ങനെ വൈറ്റ് പോലെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. സോ അതിനെല്ലാം തന്നെ അവർ വളരെ നന്നായിട്ട് അത്യാവശ്യം മെനക്കെട്ട് തന്നെ VFX ചെയ്തിട്ടുണ്ട്. പറയാൻ പോകുന്ന സ്പോയിലറില്ല. ഈ കഥയിലൊരു മെയിൻ ഫാക്ടർ അല്ലെങ്കിൽ ഈ കഥയിലൊരു മേജർ ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഒരു ദിവസം രാത്രി ഹ്യൂ ജാക്ക്മാൻ അവതരിപ്പിക്കുന്ന ഈ ജോർജ് ഹാർഡി കൊല്ലപ്പെടുകയും ഈ ആടുകൾ അതിലേക്ക് അല്ലെങ്കിൽ ഈ ആടുകൾ ഒരു പെക്യുലർ സാഹചര്യത്തിൽ ഈ ഒരു കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നിടത്താണ്. അതുകൊണ്ടാണ് ഈ കഥയുടെ ഒരു ഷീപ്പ് ഡിറ്റക്റ്റീവ് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ തങ്ങളുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആട്ടിടന്റെ മരണം ആടുകൾ അന്വേഷിക്കുന്നു. അങ്ങനെയുള്ള കൺസെപ്റ്റാണ് ഈ സിനിമയ്ക്ക് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ,
സോ ആരാണ് കൊന്നത്, ഹൂ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. എങ്ങനെ കൊന്നു, എന്തിനു കൊന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാവും. ആര് കൊന്നു, അങ്ങനെയുള്ളൊരു ക്ലാസിക് രീതി തന്നെയാണ് ഈ കഥ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ബുക്ക് വായിക്കുന്നത് പോലെ ഒരു ഗ്രാമത്തിൽ ഒരു കൊലപാതകം നടക്കുന്നു, നമുക്ക് മൊത്തത്തിൽ സംശയിക്കാൻ വേണ്ടി ഒരു 4, 3, 7 കഥാപാത്രങ്ങൾ കാണും. ഓക്കെ, സോ കഥ മുന്നോട്ട് പോകെ ഇയാളല്ല എന്ന് കണ്ടുപിടിച്ച് ലാസ്റ്റത്തെ ഒരാളിലേക്ക് എത്തുന്ന ഒരു ടിപ്പിക്കൽ ത്രില്ലർ പരിപാടി തന്നെയാണ് അവർ കഥ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് അവർ എടുത്തിരിക്കുന്ന രീതിയിലേക്ക് ഈ ആടുകൾ എങ്ങനെ ഈ കേസ് അന്വേഷിക്കുന്നു, ഇതിൽ ഓരോ ആടിനെയും അവർ ഡിഫറൻ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ക്ലൗഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുണ്ട്, അതുപോലെ തന്നെ വിന്റർ ലാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ആടുണ്ട്. ഓക്കെ, ലില്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥയിലെ പ്രോട്ടോഗോണിസ്റ്റ് എന്നോ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ എന്നോ വിളിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെടുക സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആടിനെയായിരിക്കും. ഓക്കെ, ആ ആടിനും അതിൻ്റെതായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്. അങ്ങനെ ഈ ആട്ടും കൂട്ടം നമ്മൾ എടുക്കുമ്പോഴും ഇവർ ഓരോരുത്തരും ഓരോ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. ചിലർ അധികം കാര്യമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കില്ല. പക്ഷേ ലില്ലി എന്ന് പറയുന്ന ആട് കൂടുതൽ ഏറ്റവും ബുദ്ധിശാലിയായിട്ടുള്ള ഒരാളാണ്. ഈ ജോർജ് അവർക്ക് ഈ ആട്ടും കൂട്ടത്തിന് എല്ലാ ഈവനിങ്ങും ഓരോ ത്രില്ലർ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ കഥകൾ കേട്ട് ഒരു ഡിക്റ്റേറ്റീവ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ഒരാളാണ് ലില്ലി. ഓക്കെ, അതുപോലെ ലില്ലി പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ചില ആടുകളുണ്ട്. കൂടുതൽ ചിന്തിക്കാൻ താല്പര്യമില്ലാത്ത, എല്ലാം പെട്ടെന്ന് മറന്നു കളഞ്ഞ് ഈ ഡിപ്രഷനും കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറാവാത്ത ആടുകളുണ്ട്. ഈ ആടുകളുടെ കൂട്ടത്തിൽ തന്നെ ആളുകളെ മാറ്റി നിർത്തുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇതിൽ കഥയിൽ അവർ പറഞ്ഞു പോകുന്നുണ്ട്, ചെറിയ ചെറിയ സീനുകളിലാണെങ്കിൽ പോലും. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ല, ഇതിൽ മേജറായിട്ട് കണക്ട് ആവുന്ന സെബാസ്റ്റ്യൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആടായിരിക്കും. ഈ ആടും ഒരു തരത്തിലൊരു എന്താ പറയുക, ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഒരു ലോൺ വൂൾഫ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. പുള്ളി എല്ലാ കൂട്ടത്തിൽ നിന്നും ഇങ്ങനെ മാറി നിൽക്കുകയാണ്. പക്ഷേ ഇതിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഫാമിന് പുറത്ത് പോയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാൾ സെബാസ്റ്റ്യൻ മാത്രമാണ്. ഓക്കെ, സോ എനിക്ക് കഥയിൽ ഏറ്റവും കൂടുതൽ കണക്റ്റായിട്ടുള്ള ഒരാൾ സെബാസ്റ്റ്യൻ ആണ്. അതാണ് ഞാൻ അതിനെപ്പറ്റി വീണ്ടും പറയുന്നത്. സോ ഈ കേസ് അന്വേഷണം തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ആടുകൾ പോകുന്നൊരു യാത്രയുണ്ട്. അതായത് ഈ ഫാം വിട്ട് പുറത്തേക്ക് അവർ ആദ്യം പോവുകയായിരിക്കും. ഓരോ മനുഷ്യരെ അവർ നോക്കിക്കാണുന്ന രീതികൾ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മളുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർക്ക് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളെ ആടുകൾ എങ്ങനെ നോക്കിക്കാണുന്നു. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീന്, ഇവർ ദൈവത്തെ പറ്റി പറയുന്നൊരു മൊമെന്റ് ഉണ്ട്. ലൈക്ക് എന്താണ് ദൈവം അല്ലെങ്കിൽ എന്താണ് മനുഷ്യന്മാർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു പോയിന്റിനെ പറ്റി ഈ ലില്ലിയും സെബാസ്റ്റ്യനും ക്ലൗഡും ഒരു ഡിബേറ്റ് നടത്തുന്നുണ്ട്. അതൊരു വളരെ നൈസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് അവർക്ക് ദൈവം എന്താണെന്ന് അറിയില്ല. 3 പേരും 3 രീതിക്കാണ് ഇതിനെ കാണുന്നത്. ഇത് സെബാസ്റ്റ്യന് മാത്രമാണ് ഇവർ ഈ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു വിവരമുള്ളത്. കാരണം പുള്ളി മാത്രമാണ് ഈ ഫാമിന് പുറത്തു പോയിട്ടുള്ളത്. പക്ഷെ പുള്ളിക്ക് അറിയത്തില്ല ദൈവം എന്താണ്. ഓക്കെ, സോ ആ ഒരു പോയിന്റിൽ ഇവർ പരസ്പരം ആർഗ്യൂ ചെയ്യുന്നൊരു സീനുണ്ട്. എന്താണ് ദൈവം, ഇതാണ് ദൈവം അല്ലെങ്കിൽ ഇതാണ് ദൈവം. ശരിക്കും ആ ഒരു പോയിന്റൊക്കെ മനുഷ്യന്മാർ, അതായത് ഡിഫറെന്റ് ബിലീഫ്സ് ഉള്ള മനുഷ്യന്മാർ ദൈവത്തിന്റെ പേരിൽ ആർഗ്യൂ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിനാണ് കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതെനിക്ക് ഭയങ്കര കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിരി വന്നൊരു സീനായിരുന്നത്. അതുപോലെ തന്നെ മരണം എന്നുള്ളൊരു സത്യത്തെ ആടുകൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു. ആടുകൾക്കൊരു വിശ്വാസമുണ്ട് മരണത്തെ പറ്റി. നമുക്ക് മരണത്തെ പറ്റി സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് പോലെ ആടുകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനൊരു വിശ്വാസമുണ്ട്. ഓക്കെ, സോ ജോർജിന്റെ മരണവും പിന്നീട് അവിടെ സംഭവിക്കുന്ന ചില മരണങ്ങളൊക്കെ ആടുകൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്നത്, അതിനെപ്പറ്റിയുള്ള പെർസ്പെക്റ്റീവുകളൊക്കെ ആടുകളുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ മാറി പോകുന്നുണ്ട്. എല്ലാം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. സോ കഥയിലേക്ക് വരുമ്പോൾ ഇത് ആര് ചെയ്തു എന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്തിന് ചെയ്തു എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള രീതിക്കാണ് ഇത് പോകുന്നത്. അവിടെ നമ്മളൊരു പോലീസ് ഓഫീസറെ ഫോളോ ചെയ്യുന്നുണ്ട്. കഥയുടെ തുടക്കത്തിൽ ഒന്നിലും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ വളരെ നിർഗുണനൊക്കെ ആയിട്ട് നമുക്ക് തോന്നിയൊരു ക്യാരക്ടർ കഥയുടെ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇവന് ഈ ആടുകളുടെ ഒരു ഗൈഡൻസ് വഴി അയാൾക്ക് കുറച്ച് ഇന്റലിജൻസ് ഉണ്ടാകുന്ന ഒരു രീതി നമ്മൾ കാണിക്കുന്നുണ്ട്. സ്റ്റോറി പലയിടത്തും നമ്മൾ അവരെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര എഫക്റ്റീവായെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ നമുക്ക് ഇവരെ ഫോളോ ചെയ്ത് പോകാൻ നല്ല രസമാണ്. ആ ഗ്രാമത്തിൽ ആ ഒരു പോലീസ് ഓഫീസറേ ഉള്ളൂ. സോ പുള്ളി എങ്ങനെ ഈ കേസ്, ഭയങ്കര പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, പുള്ളി എങ്ങനെ ഈ കേസ് സോൾവ് ചെയ്ത് പോകുന്നു എന്നുള്ളതൊക്കെ കാണാൻ നല്ല രസമാണ്. ഓക്കെ, അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ ത്രില്ലർ കൈൻഡ് ഓഫ് നമ്മൾ ഈ ഡേവിഡ് ഫിഞ്ചർ മൂവീസ് ഒക്കെ കാണുന്ന പോലെ അങ്ങനെ ഒരു ത്രില്ലറായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യരുത്. ഇതവരെടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഇംഗ്ലീഷ് നോവൽ വായിക്കുന്ന പോലൊരു രീതിക്കാണ്. ഒരു ബെഡ് ടൈം സ്റ്റോറി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയ നോവൽ വായിക്കുന്ന രീതിക്കാണ് അവർ ഈ കഥയെ കൺസീവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതൊരു നോവലിനെ ബേസ് ചെയ്തുള്ളതാണ്. 3 bags full എന്ന് പറയുന്നത് 2005 റിലീസായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് നോവലിനെ ബേസ് ചെയ്താണ് ഈ കഥ അവരെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന ആടുകളാണ്. ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഡിറ്റക്റ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് ജോർജ് അവർക്ക് വായിച്ചു കൊടുത്ത കഥകളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ബുക്ക് ഫോളോ ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ഇവർ ഈ ക്യാരക്ടേഴ്സിനെ അനലൈസ് ചെയ്യുന്നതും ഈ ഒരു ഇൻസിഡന്റിനെ ഫോളോ ചെയ്യുന്നത്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണിക്കാനും ഒരു ബുക്ക് പോലത്തെ സ്റ്റോറി ടെല്ലിംഗ്, അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു ബുക്ക് പോലത്തെ സ്റ്റോറി ടെല്ലിംഗ് ആണ് വളരെ നല്ലതെന്ന് ഡയറക്ടർ വിചാരിച്ചിട്ടുണ്ടാവും. എനിക്കത് വർക്കായി. പക്ഷെ നമ്മളൊരു വലിയ ത്രില്ലർ മൂവി കാണുന്നു എന്നുള്ള രീതിക്ക് ഇത് കാണുന്നത് ഇറ്റ്സ് എ ഫീൽ ഗുഡ് ത്രില്ലർ മൂവി, അങ്ങനെ ഇതിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, പിന്നെ കഥയിലേക്ക് വരുമ്പോഴൊരു എന്താ പറയുക, ഇതൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഈ സ്റ്റോറിക്ക് ഇതൊക്കെ മതി എന്നുള്ളൊരു രീതിക്കാണ്. നമുക്ക് ചില സീനുകളൊക്കെ, ചില ക്യാരക്ടേഴ്സ് ഇതിങ്ങനെ ആയിരിക്കും പോയി തീരുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഇന്ന ഒരു സീനിൽ ഇയാൾക്ക് ഇത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. 2 സീൻ മുമ്പേ മനസ്സിലാവും. പക്ഷെ അത് അവർ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല രീതിക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ മെയിൻ വില്ലനിലേക്ക് എത്തുമ്പോൾ പോലും ഓക്കെ
ഇത് ഭയങ്കര കാര്യമായിട്ട് കണ്ടുപിടിച്ചല്ലോ, ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ ഈ സിനിമ കാണുക. പക്ഷെ അവിടെ സിനിമ ബോർ അടിക്കത്തില്ല. കാരണം നമ്മൾ മെയിനായിട്ട് ഈ കഥയെ ഫോക്കസ് ചെയ്യുന്നത് ഈ കുറ്റവാളിയെ കണ്ടുപിടിക്കുക എന്നുള്ളതിലല്ല. ഓക്കെ, ഇതിനപ്പുറത്തുള്ള ചില ഫീൽ ഗുഡ് മൂമെന്റ്സ് ഉണ്ട്. കുറ്റവാളിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞും ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. അതിലും അവർ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ചെറിയ ചെറിയ കാര്യങ്ങൾ. ലൈഫിലൊരു സന്തോഷം കണ്ടെത്തുക എന്നതിന് വേണ്ടി നടക്കുന്ന കുറച്ച് വേറെ കഥയായിരിക്കും ഇത്. അങ്ങനെ വേണമെങ്കിൽ നമുക്കിനി പറയാം. സോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇപ്പോൾ ഹോളിവുഡിൽ അത്തരം സിനിമകൾ കുറവാണ്. ലൈക്ക് ഫാമിലി ആയിട്ടിരുന്ന്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില സിനിമകൾ നമ്മൾ ക്രിസ്മസ് മൂവീസ് എന്ന് വിളിക്കും. അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും അല്ലെങ്കിൽ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഒരു ടി വിക്ക് മുന്നിലിരുന്ന് കാണാൻ പറ്റുന്ന സിനിമകൾ. ഓക്കെ, നോർമലി ക്രിസ്മസ് ടൈമിലാണ് ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങാറ്. ഞാൻ ഉദ്ദേശിക്കുന്ന ആനിമേഷൻ മൂവീസിനെ അല്ല, പക്ഷേ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ചില സിനിമകളുണ്ടല്ലോ, ഹോം അലോണൊക്കെ പോലത്തെ കുറച്ച് ത്രില്ലറും ഒരുപാട് കോമഡീസും ചെറിയ ഫീൽ ഗുഡ് മൊമെന്റ്സും ഒക്കെയുള്ള സിനിമകൾ. സോ അങ്ങനെയുള്ള സിനിമകളുടെ കാറ്റഗറി പെടുത്താവുന്ന ഒരു സിനിമയാണ് ദ ഷിപ്പ് ഡിറ്റക്റ്റീവ്. പിന്നെ ഒരു മേജർ പോയിന്റ് വിട്ടു. ഇതിലൊരു ഭയങ്കര വണ്ടറായിട്ട് എനിക്ക് തോന്നിയൊരു സീന്, ഒരു നൈറ്റ് സീനുണ്ട്. ഓക്കെ, ഒരു നൈറ്റ് സീനിൽ ഇവർ കുറച്ച് ആളുകൾ മാത്രം വെച്ച് ഒരു ഷൂട്ട് ചെയ്തിരിക്കുന്ന സീന്, അതൊരു ഹൊറർ മൂവി സീൻ. ലൈക്ക് നമ്മളൊരു കോൺജറിങ് സിനിമകളൊക്കെ കാണുന്ന പോലെ ആ രീതിക്ക് ഒരു ഹൊറർ സീൻ ഇവർ കുറച്ച് ആളുകൾ വെച്ച് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു സിനിമയിലും മൃഗങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ലൈക്ക് ആനിമൽസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഹൊറർ സീൻ കണ്ടിട്ടില്ല. ആ പേടി, ഹൊറർ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സൂപ്പർ നാച്ചുറൽ ഹൊറർ, അങ്ങനത്തെ ഒരു ഹൊറർ അല്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോലും ഒരു പേടി തോന്നുന്ന രീതിക്ക്, ഡിസ്റ്റർബൻസ് അല്ല, ഒരു പേടി തോന്നുന്ന രീതിക്ക് അവരൊരു ഹൊറർ സീൻ കൺസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ലൈക്ക് എങ്ങനെയാണത് ആലോചിച്ച് അവരതെങ്ങനെ എടുത്തതെന്ന് എനിക്ക് തോന്നി. അതിൽ ബുക്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷെ ആ സീൻ പ്രേക്ഷകർക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ എടുത്തു വെക്കണമെങ്കിൽ അതൊരു നല്ല പരിപാടിയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതി തുടങ്ങി പിന്നെ അതൊരു ഹൊററിലേക്ക് മാറി അവസാനം കുറച്ച് ഇമോഷണലായിട്ട് വന്ന് തീരുന്ന രീതിക്കൊരു സീൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നി, ഞാനിത് ഇപ്പോഴാണ് ഓർത്തത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ ഒരു ക്രിസ്മസ് മൂവിയാണ് ഷിപ്പ് ഡിറ്റക്റ്റീവ്. ആമസോൺ പ്രൈമിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും അതുപോലെ തന്നെ ഡബ്ഡ് വേർഷൻസും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡബ്ബിങ് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മലയാളം വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ തമിഴ് വെച്ച് കൊടുക്കാം. ചില സിനിമകളുടെ ഒന്നും ഡബ്ബിങ് നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവില്ല. ലൈക്ക് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് തോന്നും. പക്ഷേ ഇതിൻ്റെ മലയാളം ഡബ്ബിങ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മലയാളത്തിൽ കണ്ടു നോക്കിയായിരുന്നു കുറച്ച് ഭാഗങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ. അതിൽ അവർ ആടുകൾക്ക് കൊടുത്തിരിക്കുന്ന വോയിസും ഹ്യൂ ജാക്ക്മാൻ്റെ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന വോയിസും എല്ലാം അത്യാവശ്യം ക്യാരക്ടറായിട്ട് മാച്ച് ചെയ്യുന്ന വോയിസുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, തമിഴ് ഡബ്ബ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല, ബട്ട് അത് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾ ഈ സിനിമ കാണാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് കണ്ടിട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെയും തിരിച്ചു വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. ലൈക്ക് ഒരു ത്രില്ലർ ആണെങ്കിലും അങ്ങനെ ചില സവിശേഷതകളുള്ള സിനിമയാണിത്. സോ എന്തായാലും കണ്ടു നോക്കുക എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ദ ഷിപ്പ് ഡിറ്റക്റ്റീവ്. ഓക്കെ, സോ സിനിമ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.